നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാണ്. ചോക്കോ ഹേസൽനട്ട് ന്യൂട്ടല്ല കേക്ക്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കുറേ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ചിലവ് വളരെ കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ന്യൂട്ടല്ലയാണെങ്കിലും നമ്മൾ ഹോം മെയ്ഡ് ന്യൂട്ടല്ല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈ ന്യൂട്ടല്ല കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ഹേസൽനട്ട് ന്യൂട്ടല്ല കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോക്കോ ഹേസൽനട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഹേസൽനട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല കോസ്റ്റ്ലി ആണ്. ഇതിപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഏകദേശം സിമിലർ ടേസ്റ്റാണ് വരുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഹേസൽനട്ടാണ് എടുക്കുന്നതെങ്കിലും കടലയാണ് നിലക്കടലയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിപ്പോൾ റോസ്റ്റഡ് ആണ്. ഹേസൽനട്ട് ആണെങ്കിലും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രം വേണം എടുക്കാനായിട്ട്. ഹേസൽനട്ട് ആണെങ്കിലും 3 ടേബിൾ സ്പൂൺ എടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സൈഡിലേക്കൊക്കെ പോയി പറ്റി അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് തട്ടിയിട്ട് അങ്ങ് അടിച്ചെടുക്കാം. അപ്പം മാക്സിമം നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് അതോട് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു ലോയിലിട്ട് ഒന്ന് അടിച്ച് മിക്സാക്കി എടുത്താൽ മതി. ആദ്യം നിലക്കടല നന്നായിട്ട് അരഞ്ഞു എന്നൊന്ന് ഉറപ്പ് വരുത്തണേ. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് മതി. ഇതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് പൊടിച്ചെടുക്കാം. നമുക്ക് ഒരു 5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാണ്. ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റർ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിലും ചെയ്യാം. ഇതേപോലെ തന്നെ മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്തിരുന്നാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ലോയിലിട്ട് ഹൈ സ്പീഡിലേക്ക് ഇട്ടങ്ങ് അടിച്ചെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നിലക്കടലയും ഓയിലും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് മിക്സ് ആക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വരും. തീരെ ചെറിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെയൊക്കെ ചേർക്കേണ്ടി വരും. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്ത് ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കുന്നുണ്ട്. ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാലും മതി. നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. 25 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പം ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചു. ഇനി അഥവാ പുറം ഭാഗമൊക്കെ കുറച്ചൊന്ന് ആയിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീ സിമ്മിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാൻ പക്ഷേ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു സ്പെഷ്യൽ സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂട്ടല്ലയാണ്. ഇനി നമ്മളിതിൽ ചേർക്കുന്ന ഒരു 1/4 കപ്പ് വെള്ളമാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ പോയി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമ്മൾ സാധാരണ കേക്ക് പോലെയല്ല ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മൾ പീനട്ടിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേക്ക് സാധാരണത്തിലും കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും. പക്ഷേ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കുന്നതാണ് നല്ലത്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ മോയ്സ്റ്റാക്കാൻ സിറപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം.
അതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിളയ്ക്കുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു സിറപ്പായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് അങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൂസ് ഡൈൻ വിപ്പിംഗ് ക്രീം എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണത്. അപ്പോൾ അത് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. ന്യൂട്ടല്ല എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ന്യൂട്ടല്ല പിറ്റേ ദിവസത്തേക്കാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് വരിക കേട്ടോ. ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയ ന്യൂട്ടല്ലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിലിരിക്കുന്നത്. കുഴപ്പമില്ല, ഏതായാലും ചേർത്തിരുന്നാൽ മതി. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിക്കുമ്പോഴത്തേക്ക് അത് അങ്ങ് തിക്കായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്, അത് മതി. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാനും ലെയർ ചെയ്തെടുക്കാനൊക്കെ പാടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്ക് തന്നെയാണ്. നമുക്കിത് 3ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ശകലം ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചൊന്ന് ആദ്യം ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ഒന്ന് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ന്യൂട്ടല്ല, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല അങ്ങ് തേച്ചങ്ങ് കൊടുക്കാം. ഇതിപ്പം ഒരു ദിവസം വെച്ചിട്ടുള്ള ന്യൂട്ടല്ലയാണ്. അതാണ് ഈ ഒരു കൺസിസ്റ്റൻസി. ക്രീമിലാവുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളതാണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ടാണ് അതിൽ ലൂസായിട്ടുള്ളത് ഒഴിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അങ്ങ് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഹേസൽനട്ട് നമ്മൾ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഹേസൽനട്ട് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല ക്വാളിറ്റി ഹേസൽനട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന നിലക്കടലയുടെ രുചി പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, ഹേസൽനട്ട് ഇടുകയാണെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ പുറം ഭാഗത്ത് ചെറുതായിട്ടൊരു പൊട്ട് പോലെ ഡാർക്ക് ബ്രൗൺ സ്പോട്ട് വരില്ലേ, അങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്രഷ് ചെയ്ത് എടുക്കാവുള്ളൂ. അപ്പോഴേ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഞാൻ പക്ഷേ ഇടുന്നില്ല. എനിക്ക് ഇതിനകത്ത് അങ്ങനെ ഹേസൽനട്ട് കടിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം കേട്ടോ. ചിലർക്ക് ഹേസൽനട്ട് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഹേസൽനട്ട് ഈ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഹേസൽനട്ട് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂട്ടല്ല വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മുതലാവില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേക്കൊക്കെ ചെയ്താൽ നമുക്ക് മുതലാവുള്ളൂ. ന്യൂട്ടല്ലയുടെ കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കൊന്നും വേണ്ട, അതല്ലേ എന്ന്. ഈ സമയത്ത് വേണമെങ്കിൽ ക്രഷ് ചെയ്ത ഹേസൽനട്ട് ചേർത്ത് കൊടുക്കാം. നിലക്കടല ഇവിടെ ചേർക്കണ്ട കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഇവിടെ ഹേസൽനട്ടിന് പകരം നിലക്കടല ചേർക്കരുത്. കേക്കിന് നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം തന്നെ ഉണ്ടാവും. ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഹേസൽനട്ട് എല്ലാ നട്ട്സ് കഴിക്കാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മുടെ ഈ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒന്ന് ആ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രേപ്പർ വെച്ചൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ പുറത്ത് ഗനാഷ് കവർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിലുള്ളിലൊക്കെ നന്നായിട്ട് ന്യൂട്ടല്ലയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു കേക്കല്ലേ. ഞാനിപ്പം ഗനാഷ് ഒഴിക്കുന്നില്ല. ഇതിപ്പം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഹേസൽനട്ട് ഒന്ന് സൈഡിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഹേസൽനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പൊക്കെ ഹേസൽനട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. രണ്ടത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗത്തെല്ലാം നല്ലൊരു ഡാർക്ക് സ്പോട്ട്സ് വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ ഹേസൽനട്ട് എടുക്കുമ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനൊരു കവറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സൈഡിലായിട്ട് അങ്ങ് താഴ്ഭാഗത്ത് മാത്രമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഗണാഷ് ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചോക്കോനട്ട് കേക്കൊക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഗണാഷിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിരുന്നാലും മതി. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും കാണാൻ. എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 ചോക്ലേറ്റ് വേഫേഴ്സാണ്, അത് 2 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഈസി ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഇതുപോലത്തെ വേഫേഴ്സൊക്കെ വാങ്ങിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെയൊക്കെ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. വേണമെങ്കിൽ സൈഡിലൊക്കെ ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് മേരി ക്രിസ്മസിൻ്റെ ഒരു കാർഡും കൂടെ വെച്ച് കൊടുക്കാം. അടിപൊളി. ഇത് മതി.
ഇച്ചിരി തിരക്കുണ്ട്. അതുകൊണ്ട് എനിക്കിത് ക്രിസ്മസിന് മുമ്പ് തന്നെ ഇടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടാക്കുന്ന ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് ഇടുകയാണേ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മുമ്പ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം കട്ട് ചെയ്യാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ ക്രീമൊക്കെ കുറച്ചും കൂടെ ഒന്ന് തിക്കാകും. അതിൻ്റെ ഉള്ളിലുള്ള ന്യൂട്ടല്ല നമ്മൾ തേച്ചില്ലേ, ആ ലെയർ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതും ടേസ്റ്റ് തന്നെയാണ്. ഇത് കുറച്ച് ലൂസായിട്ട് ഒരു കുറേ കൂടെ സോഫ്റ്റ്നെസ്സോട് കൂടി ഇപ്പോൾ കിട്ടും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസിയാണ്. ശരിക്കും ആ ഒരു ന്യൂട്ടല്ലയുടെ ആ ഒരു ജ്യൂസാണ് നമ്മുടെ വായിലേക്ക് വരുന്നത്. അതുകൂടാണ്ട് ക്രീമിലൊക്കെ ന്യൂട്ടല്ലയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ട്. ആ ഒരു ലെയറിൻ്റെ ന്യൂട്ടല്ല ലൈറ്റായിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പം വേറൊരു ഫ്ലേവറാണ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു ന്യൂട്ടല്ലയുടെ ലെയർ കുറച്ചുകൂടി തിക്കാവുമ്പം ആ വേറൊരു ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളിയാട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നട്ട്സൊക്കെ ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ലെയറിലും നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നിലക്കടല ഇടണ്ട. അടിപൊളി. എത്ര പെട്ടെന്ന് നമ്മൾ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. ന്യൂട്ടല്ലയുടെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ന്യൂട്ടല്ല ഉണ്ടാക്കി നോക്കുക. ന്യൂട്ടല്ല ഉണ്ടാക്കിയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ചോക്കോ ഹേസൽനട്ട് ന്യൂട്ടല്ല കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.